രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും രണ്ടും കൽപ്പിച്ചു തന്നെ ശക്തമായിട്ടുള്ള പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ 26 ജില്ലകളിലായി നടന്ന 74 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തകർപ്പൻ വിജയം. 39 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 29 സീറ്റ് മാത്രമേ BJPക്ക് അവിടെ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. മറ്റു 6 സീറ്റുകൾ സ്വതന്ത്രർ നേടുകയും ചെയ്തു. എന്നാൽ ഈ 6 പേരും കോൺഗ്രസിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് രാജസ്ഥാനിൽ നിന്നും നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തകർപ്പൻ പോരാട്ടം തന്നെയാണ് കോൺഗ്രസ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. 74 പഞ്ചായത്ത് സമിതികളിൽ മിന്നും വിജയം കോൺഗ്രസ് നേടിയിരിക്കുന്നു. ഇത് കോൺഗ്രസിന് വലിയ ആശ്വാസം തന്നെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ ശക്തമായ തിരിച്ചടിക്ക് കർണാടകയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് ആശ്വാസം നൽകിയപ്പോൾ അതേ തിരിച്ചടി ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വേണം പറയാൻ. 25 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നേടാനാവാത്ത രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ ഉപതിരഞ്ഞെടുപ്പിൽ വൻ വിജയം കോൺഗ്രസിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. അത് മാത്രമല്ല 9 ജില്ലാ പഞ്ചായത്ത് സമിതികളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ 9-ൽ 7 സീറ്റും കോൺഗ്രസ് നേടി എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അതായത് മറ്റൊരു വലിയ BJPയുടെ തിരിച്ചടി എന്ന് വേണം പറയാൻ. 9 സീറ്റുകളിലേക്കും ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 7 സീറ്റും കോൺഗ്രസ് നേടി എന്നുള്ളതാണ്. ഇതൊരു തകർപ്പൻ വിജയം തന്നെയാണ്. കാരണം ലോക്സഭയിൽ വലിയ വിജയം, മഹാവിജയം സ്വന്തമാക്കിയ BJPക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാണിച്ചു തരുന്നുള്ളത്. അത് മാത്രമല്ല 7 സീറ്റ് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് നേടുന്നു. ഒരു സീറ്റ് മാത്രമാണ് BJPക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒരു സീറ്റ് സ്വതന്ത്രനും നേടിയിട്ടുണ്ട്. ഈ സ്വതന്ത്രൻ കോൺഗ്രസിന് പിന്തുണ നൽകുമെന്നുള്ള വാർത്തകൾ കൂടി കടന്നു വരുമ്പോൾ കോൺഗ്രസിന് രാജസ്ഥാനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മഹാവിജയം നേടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് സച്ചിൻ പൈലറ്റ് വിജയികളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നത് എന്ത് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ, ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ലോക്സഭയിൽ മാത്രം വിജയിക്കുന്ന ഒരു പാർട്ടിയായി BJP മാറുന്നു. കർണാടകയിൽ വലിയ തോൽവി ഏറ്റുവാങ്ങുന്നു, രാജസ്ഥാനിൽ വലിയ തോൽവി ഏറ്റുവാങ്ങുന്നു, പക്ഷെ ലോക്സഭയിൽ മഹാവിജയം ഏറ്റുവാങ്ങുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ ഉയർന്നു വരുമ്പോൾ പോലും ഒരു മഹാവിജയം ഇവർ നേടി എന്നുള്ളതാണ്. പലയിടങ്ങളിലും, അതായത് പലയിടങ്ങളിലും എതിരില്ലാതെ ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം 15ഓളം ആളുകളെ എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതില് ഏകദേശം 8 പേരും കോൺഗ്രസ്സുകാരാണ്. പകുതിയിലധികവും കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് 2 പേർ മാത്രമാണ് അതിൽ BJP ഉള്ളത്. 5 പേരും സ്വതന്ത്രരാണ്. ഈ 5 പേരും പിന്തുണക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. അങ്ങനെ ഒരു മഹാവിജയം രാജസ്ഥാനിൽ കോൺഗ്രസ് നേടിയപ്പോൾ കോൺഗ്രസിന് വലിയ ഒരു ആശ്വാസമാണ് രാജസ്ഥാൻ സമ്മാനിച്ചിട്ടുള്ളത്. നിലവില് ഒരുപാട് പ്രശ്നങ്ങൾ, രാഹുൽ ഗാന്ധി ഒരുപാട് വിമർശനങ്ങൾ അശോക് ഗെഹ്ലോട്ടിനെതിരെ ഉയർത്തുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ഒരു മാറ്റം രാജസ്ഥാൻ നൽകുന്നത് കൊണ്ട് തന്നെ വലിയൊരു തിരിച്ചുവരവ് കോൺഗ്രസിന് രാജസ്ഥാനിൽ സാധ്യമാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുമ്പോൾ പോലും ലോക്സഭയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ ബാക്കിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.